ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ട്, അതായത് ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ പല ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരുവിധ എല്ലാ വീഡിയോസും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിലും വീഡിയോസ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ നമുക്ക് ഡൗട്ടുകൾ, അതായത് ഈ ഒരു ഗെയിമിൻ്റെ ഡൗട്ടുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്, അതായത് ഈ ഒരു ഗെയിം ഞാൻ എവിടെയാണ് കളിക്കണേ, ഏത് ഫോണാണ് യൂസ് ചെയ്യണേന്ന്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിന് ഏതാണെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് പോക്കോയുടെ M4 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ 4G വെർഷനാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. പോക്കോ M4 Pro ആണ്. ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിന് മേളിലായി തോന്നുന്നു ഞാൻ ഈ ഫോൺ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗെയിമിങ്ങിൽ ഞാൻ ബസ് സിമുലേറ്റർ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇഷ്ടംപോലെ കേരള ട്രാഫിക് മോഡ്, അതേപോലെ തന്നെ വേറെ മാപ്പ് മോഡുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാറുണ്ട്. പക്ഷേ ഓൺലൈനിൽ അധികം കളിക്കാറില്ല ബസ് സിമുലേറ്റർ. ഞാൻ എപ്പോഴും ഓഫ്ലൈനാണ് മിക്കപ്പോഴും കളിക്കാറുള്ളത്. ഓൺലൈൻ ഉണ്ടെങ്കിൽ വല്ല ഗാരേജിൽ പോകാനും വണ്ടികൾ മാറ്റാൻ മാത്രമേ ഞാൻ നെറ്റ് ഓൺ ചെയ്യാറുള്ളൂ. ടൂർ പോകുന്നത് റയറായിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകാറുണ്ട് നമ്മുടെ ബസ് സിമുലേറ്ററിൽ. പിന്നെ അതേപോലെ തന്നെ മിക്കവാറും ഓഫ്ലൈനാണ് കളിക്കാറ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മോഡുകൾ ഒരുവിധം എല്ലാം കയറ്റിയിട്ടുണ്ട്. കേരള ട്രാഫിക് മോഡ് കയറ്റിയിട്ടുണ്ട്, ബസ്സുകളുടെ, ലോറികൾ, പിന്നെ കാറുകൾ, അങ്ങനെ എല്ലാ വണ്ടികളുടെയും മോഡുകളൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതേപോലെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഞാൻ ഈ മൊബൈൽ കളിച്ചിട്ട് എനിക്ക് ഹാങ് ആയിട്ടില്ല. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കുമ്പോൾ ഹാങ് തീരെ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഈ ഫോണിൽ കുറച്ചധികം നാളുകളായി ഞാൻ കളിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഫോൺ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. പക്ഷേ എൻ്റെ ഫോണിൽ എനിക്ക് ഇതേപോലെ ലാഗ് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റാം വരുന്നത് 6GB, അതേപോലെ തന്നെ 128GB സ്റ്റോറേജാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ്. പേരൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫോൺ പോക്കോ M4 Pro 4G. ഫോട്ടോയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. ഇതൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല, ഇത് സാധാ ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഒരു ഓൾറൗണ്ടർ ബഡ്ജറ്റ് ഫോണാണ്. അത്യാവശ്യം അടിപൊളി ക്യാമറയുണ്ട്, പ്രോസസ്സറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ബഡ്ജറ്റിൽ 10-15 താഴെ കിട്ടുന്ന ഒരു ഫോണാണ്. ആ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ഫോണായിട്ട് തോന്നിയ ഫോണാണ് എൻ്റെ ഈ ഒരു ഫോൺ, അതായത് പോക്കോ M4 Pro 4G. പിന്നെ നിങ്ങൾ ഗെയിം കളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ കുറേ ഗെയിമിംഗ് ഫോണുകൾ കിട്ടും. അതായത് ഒരു 15-20 രൂപയ്ക്ക് താഴെ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഫോണുകൾ കിട്ടും. അപ്പോൾ അതിലേതെല്ലാം ഫോൺ എടുക്കുക, ഒരു 6GB അല്ലെങ്കിൽ 8GB മിനിമം റാമുള്ള ഫോൺ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ നല്ല അത്യാവശ്യം പ്രോസസ്സർ കിട്ടുന്ന ഒരു ഫോൺ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ലാഗൊന്നും ഇല്ലാണ്ട് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ തന്നെ നെറ്റ് ഓൺ ചെയ്തിട്ട് ഇടുമ്പോഴാണ് മിക്കപ്പോഴും ലാഗ് വരുന്നത്. അപ്പോൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് കളിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ വേറെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത്തിന് നോട്ടിഫിക്കേഷൻ ഇവിടെ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.